നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ആരോഗ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്, നമ്മുടെ ഹൃദയത്തെക്കുറിച്ച്. പലപ്പോഴും പലർക്കും സംശയങ്ങളും പേടിയുമൊക്കെയുള്ളൊരൊന്നാണ് കൊളസ്ട്രോൾ, അല്ലേ? അപ്പോൾ എന്താണ് ഈ കൊളസ്ട്രോൾ? അത് നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ ഈ ഒരു സംഖ്യ മാത്രം മതി. 192 ബില്യൺ യൂറോ. ഇത് യൂറോപ്യൻ യൂണിയനിൽ മാത്രം ഹൃദ്രോഗ ചികിത്സയ്ക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ഓരോ വർഷവും ചെലവാകുന്ന തുകയാണ്. അപ്പോൾ ഓർത്തുനോക്കൂ, ലോകം മുഴുവൻ ഇതെത്ര വലിയൊരു ആരോഗ്യ പ്രശ്നമായിരിക്കുമെന്ന്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ ഹൃദ്രോഗം? എന്തുകൊണ്ടാണിതിന്റെ അപകടസാധ്യത കൂടുന്നത്? നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്കൊന്ന് പോകാം. മിക്ക ഹൃദയസംബന്ധമായ അസുഖങ്ങളുടെയും പ്രധാന വില്ലൻ അഥെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. കേട്ടിട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നമ്മുടെ രക്തം കൊണ്ടുപോകുന്ന കുഴലുകളില്ലേ, ആ ധമനികളുടെ ഭിത്തികളിൽ കൊഴുപ്പും മറ്റു പലതും അടിഞ്ഞുകൂടി ആ കുഴലുകൾ കട്ടിയാവുകയും ഇടുങ്ങിയതാവുകയും ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ വെള്ളം പോകുന്ന പൈപ്പിൽ അഴുക്കടിഞ്ഞ് ബ്ലോക്കാവുന്നതുപോലെ തന്നെ. അപ്പോ ഈ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും രക്തയോട്ടം കുറയും. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നത്? അവിടെയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ കൊളസ്ട്രോൾ വരുന്നത്. കൊളസ്ട്രോൾ ഒരു മിത്രമാണോ ശത്രുവാണോ? സത്യം പറഞ്ഞാൽ അത് രണ്ടുമാകാം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, കൊളസ്ട്രോൾ മൊത്തത്തിലൊരു വില്ലനല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ശരിയായി പ്രവർത്തിക്കാൻ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. പക്ഷേ എല്ലാ കൊളസ്ട്രോളും ഒരുപോലെയല്ല. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതിലാണ് കാര്യം. നമുക്കിതിനെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. LDL അഥവാ ചീത്ത കൊളസ്ട്രോളിനെ നമുക്ക് ഡെലിവറി ട്രക്കുകളായി കാണാം. ഇവയുടെ ജോലി കൊളസ്ട്രോളിനെ രക്തക്കുഴലുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. പക്ഷേ ഈ ട്രക്കുകളുടെ എണ്ണം കൂടിയാൽ അവ വഴിയിൽ ചരക്കിറക്കിയിട്ട് ട്രാഫിക് ജാം ഉണ്ടാക്കും, അതായത് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കും. എന്നാൽ HDL അഥവാ നല്ല കൊളസ്ട്രോൾ ഗാർബേജ് ട്രക്കുകൾ പോലെയാണ്. ഇവയുടെ ജോലി ഈ അധികമുള്ള കൊഴുപ്പിനെയൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്ത് രക്തക്കുഴലുകൾ ക്ലീനാക്കി വയ്ക്കുക എന്നതാണ്. അപ്പോ എപ്പോഴാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്? നമ്മുടെ ശരീരത്തിലെ ഈ ഗാർബേജ് ട്രക്കുകൾ കുറയുകയും ഡെലിവറി ട്രക്കുകൾ കൂടുകയും ചെയ്യുമ്പോൾ. ആ ഒരു ബാലൻസ് തെറ്റുന്ന അവസ്ഥയ്ക്കാണ് ഡോക്ടർമാർ ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്നത്. ഇത് ഹൃദ്രോഗത്തിലേക്കുള്ള ഒരു പ്രധാന അപായ സൂചനയാണ്. ശരി, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് വ്യക്തിപരമായി എത്രത്തോളം അപകടസാധ്യതയുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അവർ നിങ്ങളുടെ കൊളസ്ട്രോൾ റിപ്പോർട്ട് മാത്രം നോക്കിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഹൃദയസംബന്ധമായ അസുഖം വരാനുള്ള സാധ്യത കണക്കാക്കാൻ അവർ പല കാര്യങ്ങളും ഒരുമിച്ച് വിലയിരുത്തും. അതിനൊരു കൃത്യമായ രീതിയുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ പ്രായം, നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ, പുകവലിക്കുന്ന ശീലമുണ്ടോ എന്നൊക്കെയുള്ള അടിസ്ഥാന വിവരങ്ങൾ എടുക്കും. രണ്ടാമതായി, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവൽ തുടങ്ങിയ നമ്പറുകൾ പരിശോധിക്കും. അവസാനം ഈ വിവരങ്ങളെല്ലാം വെച്ച് അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത എത്ര ശതമാനമാണെന്ന് ശാസ്ത്രീയമായി കണക്കാക്കും. ഈ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ 4 വിഭാഗങ്ങളിലൊന്നിൽ പെടുത്തും. കുറഞ്ഞ അപകടസാധ്യത, മിതമായത്, ഉയർന്നത്, പിന്നെ വളരെ ഉയർന്നത്. നിങ്ങൾക്ക് ഏത് തരം ചികിത്സയാണ് വേണ്ടത്, അത് എത്ര പെട്ടെന്ന് തുടങ്ങണം എന്നൊക്കെ തീരുമാനിക്കാൻ ഈ തരംതിരിവ് ഡോക്ടർമാരെ ഒരുപാട് സഹായിക്കും. ഓക്കേ, അപ്പോൾ നിങ്ങളുടെ റിസ്ക് ലെവൽ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ. ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ നിയന്ത്രണം ഒരു വലിയ പങ്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ശരിയായ ഭക്ഷണം, അതായത് കൊഴുപ്പ് കുറച്ച് നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്, കൃത്യമായി വ്യായാമം ചെയ്യുന്നത്, ശരീരഭാരം നിയന്ത്രിക്കുന്നത്, പുകവലി നിർത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ഹൃദയാരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് അപകടസാധ്യത വളരെ കൂടുതലുള്ള ആളുകൾക്ക്, ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മാത്രം മതിയാവണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വൈദ്യസഹായവും മരുന്നുകളും വളരെ പ്രധാനമാണ്.
മരുന്നുകൾക്ക് എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. സ്റ്റാറ്റിനുകൾ പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ഒരു നിശ്ചിത പോയിന്റ് കുറയ്ക്കുന്നതുവഴി ഹൃദ്രോഗ സാധ്യത 22% വരെ കുറയ്ക്കാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചികിത്സാ ലക്ഷ്യം എല്ലാവർക്കും ഒരുപോലെയല്ല. അത് വ്യക്തിഗതമാണ്. നിങ്ങൾ ഏത് റിസ്ക് കാറ്റഗറിയിലാണോ വരുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ചീത്ത കൊളസ്ട്രോൾ എത്രത്തോളം താഴ്ത്തി നിർത്തണം എന്നതിന് വ്യക്തമായ ടാർഗറ്റുകളുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് ആരോഗ്യമുള്ളൊരു ഹൃദയത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചുവടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറയാം. നോക്കൂ, നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക. 2. നിങ്ങളുടെ കൊളസ്ട്രോൾ നമ്പറുകൾ കൃത്യമായി അറിയുക. 3. ഒരു ഡോക്ടറുമായി സംസാരിച്ച് നിങ്ങളുടെ യഥാർത്ഥ റിസ്ക് എത്രയാണെന്ന് വിലയിരുത്തുക. 4. അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് കൃത്യമായി പിന്തുടരുക. ഒന്നോർക്കുക, നമ്മുടെ ഹൃദയാരോഗ്യമെന്നത് ഒരു ദിവസത്തെ കാര്യമല്ല, അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന യാത്രയാണ്. അത് ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതാകാം, അല്ലെങ്കിൽ നാളെ മുതൽ ഭക്ഷണത്തിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റമാവാം. നിങ്ങളുടെ നല്ല ഭാവിക്കായി, നിങ്ങളുടെ ഹൃദയത്തിനായി നിങ്ങൾ എടുക്കാൻ പോകുന്ന അടുത്ത ചുവട് എന്തായിരിക്കും?